SBM എൻ്റർടൈൻമെൻറ്റ് അവതരിപ്പിക്കുന്ന രാസലീല. കഥ, തിരക്കഥ, സംവിധാനം മജീദ് മാറഞ്ചേരി. വേളി കഴിച്ചു വന്ന രാത്രി തന്നെ ഉണ്ണിമായയുടെ ഭർത്താവ് കൃഷ്ണനുണ്ണി മരിക്കുന്നു. ഒരിക്കലും കറുത്തൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്നോട്. അവരെ കാണണമെന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റൂ? നന്നായി, വരൂ. ഒന്നും നോക്കണ്ട തമ്പ്രാട്ടിയെ, എന്താ ചെയ്യാ, ഒക്കെ പുല്ലും ചവറും പിടിച്ച് കിടക്കുക. പണ്ടാണെങ്കിൽ നോക്കി നടത്താൻ ആളുണ്ടായിരുന്നു, ഇപ്പൊ ഇവിടെ ആരും ഇല്ലാണ്ടായി. ഞാൻ പോവാ കുട്ടിയെ. ഞാൻ ഈ മണ്ണിൽ കാലുകുത്തുമ്പോൾ എനിക്ക് വയസ്സ് 22. നന്ദി കേട്ടവള്. ഈ ഇല്ലത്തിന്റെ ശാപമാണ് നീ. വന്നു കയറി അന്ന് തുടങ്ങി നാശം. മനക്കിലെ ദോഷങ്ങൾ തീർക്കുന്നതിനായി പുതുപ്പള്ളി സ്വാമിയെ വരുത്തുന്നു. അങ്ങോട്ടേക്ക് വന്നോളോ. ആ, ഇയാളുടെ പേര് പറഞ്ഞില്ല. ദേവൻ. എന്താ ദേവൻ? കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരണേ ഉള്ളൂ. എന്നാലും ഒരു കൈ സഹായത്തിനുണ്ടാവും എപ്പോഴും. ഓം ഓം സർവ പ്രശ്നങ്ങൾ വിചാരിച്ചതിലധികമുണ്ട്. ഓ ഈശ്വര. പരിഹാരം ഉണ്ടാക്കാം. തപിക്കണ മോഹത്തിന് സ്വീകരിക്കുന്ന വിധിയേക്കാൾ കരുത്ത് ചില നേരങ്ങളിലെങ്കിലും ഉണ്ടാകാം. അണിഞ്ഞൊരുങ്ങണ ശീലം വിധവ ഉപേക്ഷിച്ചേ പറ്റൂ. ഭക്ഷണം മോഹം വർദ്ധിപ്പിക്കുന്നതാവരുത്. ജീവൻ നിലനിർത്താൻ ആവശ്യമായത് മതി. പിന്നെ കൂടുതൽ ആളുകളുമായുള്ള സംസർഗം വേണ്ട. അമിത ഭാഷണം മോഹം വർദ്ധിപ്പിക്കും. 7 ദിവസത്തെ കർമ്മങ്ങൾ. 9ാം ദിനം അഗ്നിപൂജ. പിന്നെ ദോഷം വരില്ല എന്നാ എന്റെ മനസ്സ് പറയണത്. കൽക്കട്ടയിൽ നിന്നും ഹരി കുടുംബസമേതം എത്തുന്നു. കുടുംബമായിട്ട് കൽക്കട്ടയിലാ. റെയിൽവേയിലെ വലിയ ഉദ്യോഗസ്ഥനാ. കൊല്ലത്തിൽ ഒരിക്കൽ വന്നിട്ട് പോകും. അത് തന്നെ വലിയ കാര്യം. സ്വാമിക്ക് അറിയാലോ നഗരത്തിൽ ജീവിക്കുന്നതിന്റെ ഓരോ ബുദ്ധിമുട്ടുകൾ. അതൊന്നും ഇവിടെ പറഞ്ഞാൽ മനസ്സിലാവില്ല.
ഒന്ന് നിന്നേ. അയാളെവിടെ? നിന്റെ ഗുരു? അവിടെ എങ്ങാനും കാണും. അയാൾക്ക് എന്നെ കാണുമ്പോ വല്ലാത്തൊരു നോട്ടം ഭാവമൊക്കെ ഉണ്ട്. നോട്ടം മാത്രമേ ഉള്ളൂ അതോ? എങ്കിലയാള് വിവരം അറിയും. നീ ഇവിടെ പണിക്ക് വന്ന ചെക്കനാണോ? അല്ല, നമ്പൂരി അദ്ദേഹം പറഞ്ഞുകൊണ്ട് സഹായത്തിന് വന്നതാ. ഉം. ഇനി എന്തെങ്കിലും അറിയണോ മാഡത്തിന്? ഓ വേണ്ട, പൊക്കോ നീ. മനയിലെ എല്ലാവരും ഗുരുവായൂരിലേക്ക് പോകുന്ന അന്ന് ദേവനും ഉണ്ണിമായയും പ്രണയത്തിലാകുന്നു. എന്തൊരു തണുപ്പാ. ചേച്ചി എന്താ ഗുരുവായൂർക്ക് പോവാത്തെ? പറ്റില്ല ദേവ, എങ്ങും പോവാൻ പാടില്ല എന്നാ നിയമം. നിയമോ? ഒക്കെ വെറുതെയാ. എന്തായാലും അനുഭവിക്കല്ലാതെ വേറെ വഴിയില്ലല്ലോ. വേളി മരിച്ച തമ്പുരാക്കന്മാരെല്ലാം വേറെ സംബന്ധം ചെയ്യൂല്ലോ. ചേച്ചിക്ക് എന്താ അതുപോലെ ആയ? കല്യാണരാത്രിയിൽ വിധവയായ പെണ്ണിനെ ആര് കല്യാണം കഴിക്കാനാ? ആരും ഇല്ലാണ്ട് വരുവോ? ഉണ്ണിമായ ആഭരണങ്ങൾ എടുത്തണിയുന്നു. അസ്തമനം വരെ തലയിൽ വെള്ളമൊഴിക്കാൻ ശിക്ഷിക്കുന്നു. ഉള്ളിൽ മോഹം ഉണർത്തുന്ന കാമാഗ്നി ഇങ്ങോട്ട് തണുക്കട്ടെ. മണ്ണിലിരുത്തി തലവഴി വെള്ളമൊഴിക്കുക അസ്തമയം വരെ. വരാ. ആ ക്ഷമിക്കുക, ഞാൻ കൽപ്പിച്ചത് ചെയ്യുന്നതേ ഉള്ളൂ. പടിഞ്ഞാറേപ്പുര വൃത്തിയാക്കുന്നതിനായി പോയ ദേവനുമായി ഉണ്ണിമായ രമിക്കുന്നു. തൊട്ടു പോവരുത്. തടയാൻ നിനക്കെന്താ അവകാശം? നീ വിധവയാണ്. അല്പം മുമ്പ് മറന്നുപോയെങ്കിലും ഓർമ്മയിൽ സൂക്ഷിച്ചോ. 4 ചുവരുകൾക്കുള്ളിൽ നിലത്ത് വിരിച്ച പായിൽ ഭഗവാനെ ധ്യാനിച്ച് കഴിയാൻ മാത്രം വിധിക്കപ്പെട്ടവളാണ് നീ. അങ്ങനെ കഴിയുന്ന വിധവയെ സുമംഗലിയുടെ യോഗങ്ങൾ അനുഭവിപ്പിക്കാൻ
പതുങ്ങിയെത്തുന്ന മാന്യന്മാർ മനകളിലുണ്ടെന്ന് എനിക്കറിയാം. ചെയ്ത തെറ്റിനെ ന്യായീകരിക്കണോ? അല്ല, അറിയില്ലെന്ന് നടിക്കുന്ന പരമാർത്ഥങ്ങൾ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. വിധവയുടെ വേദാന്തം കേൾക്കണ്ട എനിക്ക്. വിധവയും പെണ്ണല്ലേ? സ്വാമി വേദശാസ്ത്രങ്ങൾ അറിയുന്ന ആളല്ലേ? മനസ്സിലാവുന്നില്ലേ ഞാൻ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടടി ഇതിന്റെ സൂക്കേട്. കാണിച്ചു തരാം ഞാൻ. വിധവ തെറ്റു ചെയ്തതിനാൽ അവളെ ശിക്ഷിക്കാൻ തീരുമാനിക്കുന്നു. അച്ഛന് ഇനി എന്താ എന്നോട് പറയാനുള്ളത്? മകന്റെ ജാതകത്തിലെ മരണയോഗം മറച്ചു വെച്ച് ഈ വൈധവി എന്നിൽ അടിച്ചേൽപ്പിച്ചത് അച്ഛനല്ലേ? പൊരുത്തം നോക്കാൻ വെച്ചത് കള്ള ജാതകമായിരുന്നില്ലേ? ഞാനെങ്ങനെ അറിഞ്ഞുവെന്നാവും. ജാതകത്തിലെ മരണയോഗത്തെ പറ്റി സങ്കടത്തോടെ പറഞ്ഞത് മറ്റാരുമല്ല, നിങ്ങളുടെ മകൻ തന്നെയെ. ആദ്യ രാത്രിയിൽ ഒരു പെണ്ണ് കേൾക്കാൻ പാടില്ലാത്തത് കേട്ടു. ഇനി പറ, മരിക്കുമെന്നറിഞ്ഞിട്ടും മകനെ വേളി കഴിപ്പിച്ചത് എന്തിനാ? വിധവയെ ആകത്തളത്തിൽ തളയ്ക്കണമെന്ന നിർബന്ധം എന്തിനാ? പേരുകേട്ട മനക്കൽ തറവാട്ടിലെ തമ്പുരാനല്ലേ? എന്തേ ഉത്തരമില്ലേ? അറിയാമെങ്കിൽ സ്വാമിക്കും പറയാം. എന്തിനാ നമ്പൂരി? എന്തിന് നിങ്ങൾ എന്നെ ഒരു ബലിയാടാക്കി? ദേവനെ ആരോ കൊല്ലുന്നു. സാവിത്രിയമ്മ മരിക്കുന്നു. അമ്മേ, 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 അമ്മേ. സന്തോഷായിരുന്നു. ഇപ്പോഴെങ്കിലും ഒന്നും വരാൻ തോന്നിയില്ലോ തനിക്ക്? താൻ ധൈര്യമായിട്ട് കൊളുത്തടോ, ഞാനല്ലേ നിൽക്കുന്നത്. സമൂഹത്തിൽ നിറഞ്ഞിരിക്കുന്ന ദുരാചാരങ്ങളെ വെളിവാക്കി തന്ന മനോഹരമായ ചലച്ചിത്രം. അണിയറ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ.